നമസ്കാരം. കേരളത്തെ ലോകത്തിന് മുൻപിൽ നാണം കെടുത്തിക്കൊണ്ട് ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി മുസ്ലിം പള്ളി ഉറൂസ് നടത്തിയത് വിവാദമാകുന്നു. പാലക്കാട് തൃത്താലയിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളി ഉറൂസ് നടത്തിയത്. ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉപയോഗിച്ചത്. നെറ്റിപ്പട്ടം കെട്ടിയ ആനകളുടെ മുകളിലാണ് തീവ്രവാദികളായ ഇസ്മയിൽ ഹനിയെ, യഹ്യ സിൻമാർ എന്നിവരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചത്. കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ വർണ്ണാഭമായ ചിത്രങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ 3 ആനകളുടെ മുകളിൽ ഉയർത്തുകയായിരുന്നു. ഇതിന്റെ വീഡിയോകളും ബഹുവർണ്ണ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നന്നായി പ്രചരിക്കപ്പെട്ടു. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപ്പഴ തെക്കേ ഭാഗം എന്ന ടീമാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത്. തൃത്താല മുസ്ലിം പള്ളി ഉറൂസിൽ തീവ്രവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് വീരപരിവേഷം നടത്തിയതിനെതിരെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 3 ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. സ്വർണ്ണ നാണയവും അവർ ഗ്ലാസും നൽകിയാണ് ഇത്തവണ ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചത്. ഇസ്രായേൽ പൗരന്മാരായ യയർ ഹോൺ, സാഗുഹി ഡക്കൻജൻ, സാഷ ട്രൗഫോനാവ് എന്നിവരെയാണ് ഗാസയിലെ ഗാൻ യൂനീസിൽ വെച്ച് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയത്. ജനുവരി 19 വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമുള്ള 6ാമത്തെ കൈമാറ്റം കൂടിയാണിത്. ഇതുവരെ 19 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്. 500 ദിവസം തടവിൽ കഴിഞ്ഞ സാഗുയി ഡെക്കലിനാണ് ഹമാസ് സ്വർണ്ണ നാണയം നൽകിയത്. സാഗുയി ജയിലിലായിരുന്നപ്പോഴായിരുന്നു മകൾ ഷാച്ചർ മസലിന്റെ ജനനം. മകളുടെ ജനനത്തെ അടയാളപ്പെടുത്തുന്നതിനായിരുന്നു സ്വർണ്ണ നാണയം നൽകിയത്. അതേസമയം ഹമാസ് ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന മറ്റൊരു ബന്ദിയുടെ അമ്മയ്ക്കാണ് ഹീബ്രു, അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിൽ സമയം കഴിഞ്ഞു എന്ന് സന്ദേശം രേഖപ്പെടുത്തിയ അവർ ഗ്ലാസ് ഹമാസ് നൽകിയത്. ഒക്ടോബർ 7 ആക്രമണത്തിലാണ് ഇന്ന് മോചിപ്പിച്ച 3 പേരെയും ഹമാസ് തടവിലാക്കിയത്. ആയുധധാരികൾക്കൊപ്പം ജനക്കൂട്ടത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചത്. ഹമാസിന്റെ ശക്തി പ്രകടനവും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഈ അവസരത്തിൽ ഇസ്രയേൽ 100 കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. 3 ബന്ദികളെ കൈമാറാൻ ശനിയാഴ്ച വരെയായിരുന്നു ഹമാസിന് ഇസ്രയേൽ നൽകിയ സമയം. ബന്ദികളുടെ മോചനം വൈകിയാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈജിപ്തും ഖത്തറുമായി നടത്തിയ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷമാണ് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായത്. ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന 369 പലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും. അതേസമയം ഗാസയിലെ സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രയേൽ സേന തടഞ്ഞു വെക്കുന്നതായി ഹമാസ് ആരോപിക്കുന്നു. മാനുഷിക സഹായങ്ങൾ ഗാസയിൽ എത്തിയില്ലെങ്കിൽ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കില്ലെന്നും ഹമാസ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്.